ഇപ്പോൾ ഈ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായിരിക്കുന്ന ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് കഴിഞ്ഞ ജനുവരിയിലാണ്. അവർ വന്നു എന്നുള്ളതല്ല, അത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്നു. ടൂറിസം പ്രൊമോഷനായി ഇത്തരം ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം പരിശോധിക്കുക എന്നത് പ്രധാനമാണ്. ഇവിടെ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പട്ടികയിൽ 41 പേരെയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിലാണ് ജ്യോതി മൽഹോത്രയും ഇടം പിടിച്ചത്. ഈ ഹരിയാനക്കാരിയായ വ്ളോഗർ ജ്യോതി മൽഹോത്ര ഇവിടെ വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാണ് വന്നത്. അവർക്കതിന് വേതനം നൽകിയിരുന്നു. അത് മാത്രമല്ല, വേതനത്തിന് പുറമെ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ ചെലവിലാണ് ഇവരുടെ താമസ സൗകര്യം മുഴുവൻ ക്രമപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ യാത്ര മുഴുവൻ ക്രമീകരിച്ചിരുന്നത്. ഇതെല്ലാം ടൂറിസം വകുപ്പ് തന്നെ ചെയ്തിരുന്നു എന്നുള്ളത് വിവരാവകാശ രേഖയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ വിവരാവകാശ രേഖയിൽ പക്ഷേ എത്ര തുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഇതിനായി ചെലവഴിച്ചത് എന്നുള്ളതിന് മറുപടി നൽകിയിട്ടുമില്ല. മാത്രമല്ല, സ്മൃതി ഓർക്കേണ്ട കാര്യം, ഇവിടെ കേരളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ കണ്ണൂര്, കോഴിക്കോട്, എറണാകുളം, മൂന്നാർ, ആലപ്പുഴ എന്നീ ഭാഗങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ ചെലവിൽ വന്നു. അതുമാത്രമല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് ഈ റീലുകളും ചിത്രങ്ങൾ വീഡിയോയും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഷിപ്പ്യാർഡ് സന്ദർശിച്ചിരിക്കുന്നു, കൊച്ചി മെട്രോ സ്റ്റേഷൻ, അതുപോലെ തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകളെല്ലാം സന്ദർശിച്ചിരിക്കുന്നു.